ഒരു സാധനത്തിന് 10%, 20% എന്നിങ്ങനെ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ അവയ്ക്ക് തുല്യമായ ഏക ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഒരു സാധനത്തിന് ആദ്യം 10% ഡിസ്കൗണ്ട് നൽകി, പിന്നീട് 20% ഡിസ്കൗണ്ട് നൽകി. നമ്മൾ കാണേണ്ടത് ഈ രണ്ട് ഡിസ്കൗണ്ട് കൂടി ചേർത്തി ആ വസ്തുവിന് ആകെ എത്ര ഡിസ്കൗണ്ട് നൽകി എന്നാണ് കാണേണ്ടത്. അതിന് നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100. എക്സും വൈയും നമ്മൾ 2 പ്രാവശ്യം അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ്. എക്സ് 10, വൈ 20. പക്ഷേ ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ആവും കൊണ്ട് ഇത് രണ്ടും നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. അപ്പോൾ എക്സ് എന്നുള്ളിടത്ത് -10 എന്ന് എഴുതുക, കാരണം ഡിസ്കൗണ്ടാണ്, അതുകൊണ്ടാണ്. അതുപോലെ വൈ എന്നുള്ളിടത്ത് -20. അപ്പോൾ -10 -20 2 ഡിസ്കൗണ്ടുകൾ വില കൊടുത്തു. പ്ലസ് ഇനി എക്സും വൈയും തമ്മിൽ കുടിക്കുക, അതായത് -10ഉം -20ഉം കുടിക്കുക. -10 ഇൻറ്റു -20 ബൈ 100. -10 -20 എന്ന് പറയുമ്പോൾ കൂട്ടുമ്പോൾ -30 വരും. -30 പ്ലസ് ഇത് രണ്ടും കൂടി കുടിക്കുമ്പോൾ 200 വരും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാണ്, അപ്പോൾ 200 എന്ന് വരും. 200 ബൈ 100. -30 പ്ലസ് 200 ബൈ 100 2 എന്ന് വരും. -30ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. അപ്പോൾ 30 2 കുറച്ചാൽ 28 എന്ന് വരും. ഇതിൽ വലിയ സംഖ്യ 30ആണ്, അതിൻ്റെ ചിഹ്നം നെഗറ്റീവാണ്. അപ്പോൾ -28 എന്ന് കിട്ടി. അതായത് നമുക്ക് ആകെ ഡിസ്കൗണ്ടിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഈ നെഗറ്റീവ്. അപ്പോൾ ആകെ ഡിസ്കൗണ്ട് എത്രയാണ്? 28% ആകെ ഡിസ്കൗണ്ട്.